അതിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പാർട്ടിയുമായിട്ടൊന്ന് ആലോചിക്കാമായിരുന്നു. അദ്ദേഹം പാർട്ടി വിടാൻ സാധ്യതയില്ല എന്നാണ്. KTDC ചെയർമാൻ രാജിവെച്ചു എന്നുള്ളത് ഈ നവമാധ്യമങ്ങളിലൂടെ ആണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണം ഉണ്ടാവും. രാജിവെക്കാൻ മാത്രമല്ല, അദ്ദേഹം ഉടൻ തന്നെ UDFന്റെ ഭാഗമാകുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് നമുക്കറിയില്ല. അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം പാർട്ടി വിടാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിപ്പോൾ പറഞ്ഞത് ഊഹാഭോഗമല്ലേ? നമുക്ക് നിങ്ങൾ പറയുന്ന ഊഹാഭോഗത്തിൽ വെച്ചിട്ട് മറുപടി പറയാൻ സാധ്യമല്ല. മാത്രമല്ല, അദ്ദേഹം ഇപ്പോഴും പാർട്ടി മെമ്പർഷിപ്പുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഊഹാഭോഗത്തിനനുസരിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല. ഊഹാഭോഗത്തിനപ്പം പുറത്തു വരുന്ന ചില വിവരങ്ങൾ എന്ന് പറയുന്നത് VD സതീശൻ അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ PK ശശിയുമായി ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ KTDC ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞത്. അത് കാലാവധി തീരാൻ ഇനിയും ദിവസങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ അത് തെളിവുണ്ടോ? അല്ല, നിങ്ങൾക്ക് തെളിവുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് വല്ല തെളിവുണ്ടോ എന്നാൽ ഞാൻ ഇപ്പം മറുപടി പറയാം. ഞാൻ ചോദിച്ചത്, നിങ്ങളിപ്പോൾ പറഞ്ഞ കോൺഗ്രസിന്റെ നേതൃത്വമായി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞല്ലോ. തെളിവുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാര്യമായിട്ടുള്ള മറുപടി പറയാതിന്. അല്ലാതെ നിങ്ങൾ പറയുന്ന കാര്യത്തിനനുസരിച്ച് മറുപടി പറയാൻ പറ്റില്ല. അല്ല, അവർക്കൊപ്പമുള്ളവർ പലതും പറയും. നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിനെതിരായിട്ട് ഇത്ര വലിയ നുണപ്രചരണങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി നടക്കുന്നത്. അതിനെല്ലാം അല്ല, അതെ, അത് സ്ഥിരീകരിച്ചോട്ടെ. അത് വെച്ചിട്ട് ഞങ്ങൾക്കിപ്പോൾ മറുപടി പറയാൻ കഴിയുന്നതല്ല. ഈ പാർട്ടിയിൽ നിന്ന് പുകാത്ത ഒരാളെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുകയാണെങ്കിൽ തിരിച്ചടിയാണ് ചോദിക്കണതിൽ ഒരു അർത്ഥമില്ലല്ലോ. ഉണ്ടോ? ഞാൻ പറയുന്നത്, പാർട്ടിയിൽ നിന്ന് അദ്ദേഹം നിലവിൽ പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പോയിട്ടില്ലല്ലോ. അപ്പം നിലവിൽ പാർട്ടി മെമ്പറാണ്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് പാർട്ടിയിൽ നിന്ന് പോവുകയാണെങ്കിൽ തിരിച്ചടിയാവാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ലാത്ത ചോദ്യമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിന് ശേഷം ഇത് ചോദ്യം ചോദിക്കാം. അല്ലാത്ത ചോദ്യത്തിന് ഒരു അർത്ഥമില്ല. ഇപ്പോൾ ഈ ഒരു മാസമുള്ളൂ അദ്ദേഹത്തിന്റെ ഈ കാലാവധി കഴിയാന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് രാജി, അതൊരു വാർത്തകളിൽ ഇടം പിടിക്കുക, അതൊക്കെ ഏതെങ്കിലും ദുരുദ്ദേശപരമായിട്ട് തോന്നുന്നു? അത് നിങ്ങൾ അയാളോടാണ് ചോദിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ്, ദുരുദ്ദേശമാണോ നല്ല ഉദ്ദേശമാണോ എന്നുള്ളതെല്ലാം അദ്ദേഹം ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം എന്നോട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് വെക്കുക. എനിക്ക് കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ തരാമായിരുന്നു. അല്ലാത്തൊരു കാര്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുന്നതിനനുസരിച്ച് ഞാൻ മറുപടി പറയുക? ഞാനിപ്പോഴും പറഞ്ഞല്ലോ, അദ്ദേഹം ഇപ്പോഴും പാർട്ടി വിടുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതിലൊരു കാര്യം, ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്നത്, അതായത് ജില്ലാ സെക്രട്ടറിക്ക് ആയിരിക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളും കൃത്യമായ വിവരങ്ങളും അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് പറയാൻ കഴിയില്ല എങ്കിൽ കൂടി അപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടാവില്ല അത് സംബന്ധിച്ച് എന്തെങ്കിലും? ഞങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ച് പറയാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. പാർട്ടിയുടെ നിലപാടിനനുസൃതമായി ഞങ്ങൾ ഏത് കാര്യം കൃത്യമായി പറയും നാട്ടിലെ ജനങ്ങളോടും നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരോടും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മുഴുവൻ വിഡ്ഢിത്തരങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയാതിരിക്കുന്നത്. കാരണം നിങ്ങൾ സാങ്കല്പികമായ ചില ചോദ്യങ്ങളാണ്, നിങ്ങളുടെ സങ്കല്പത്തിൽ നിന്ന് നിങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങളാണ് എന്നോട് ചോദിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. ഉണ്ടോ? കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തന്നെ പറഞ്ഞത്, PK മാത്രമല്ല CPM-നകത്ത് ഇങ്ങനെ അസംതൃപ്തരായി നിൽക്കുന്ന പലരെയും ഞങ്ങൾ കൊണ്ടുപോകും, അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി വ്യക്തമായി തന്നെ പറയുന്നു. VK ശ്രീകണ്ഠന്റെ ഒരു ആത്മവിശ്വാസമല്ലേ, അത് നടക്കട്ടെ. അയാൾ പറഞ്ഞതിനൊക്കെ ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. അത് VK ശ്രീകണ്ഠന്റെ ആത്മവിശ്വാസമാണ്. മനസ്സിലായല്ലേ? അതങ്ങനെ നടക്കട്ടെ. ഇത് നിങ്ങൾ എന്നോടല്ല അദ്ദേഹം രാജിവെച്ചതിനെ കുറിച്ച് ചോദിക്കേണ്ടത്. നിങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ട് എന്തിനാണ് നിങ്ങൾ KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് എന്ന് PK ശശിയോട് ചോദിക്കുക. അദ്ദേഹം പാർട്ടിയുടെ മെമ്പർ എന്ന നിലയ്ക്ക്, ഞാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഈ കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് വ്യക്തമാക്കാമായിരുന്നു. അങ്ങനെ ഒരു ചർച്ച ചെയ്യാത്തിടത്തോളം കാലം ഞാൻ അദ്ദേഹം എന്തിനാണ് രാജിവെച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ ബാധ്യസ്ഥനല്ല. ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹമാണ് രാജിവെച്ചത്.
അത് അദ്ദേഹമാണ് അതിൻ്റെ ഉത്തരം പറയേണ്ടത്. ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് പി കെ ശശി പറയുന്നത്. CITയുടെ ആയാലും CPM-ന്റെ ആയാലും പാർട്ടി അംഗമായിട്ട് താൻ തുടരുന്നു. ഇത് KTDC ചെയർമാൻ സ്ഥാനം മാത്രമാണ് രാജിവെച്ചത് എന്നും പറയുന്നു. പാർട്ടി അംഗമായിരിക്കുന്ന കാലത്തോളം അദ്ദേഹം പാർട്ടിയിൽ തുടരുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം തന്നെ പാർട്ടി വിടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം പാർട്ടി അംഗമായി തുടരുന്നത് കൊണ്ടാണ്. അതല്ലേ ശരി? പാർട്ടി അംഗമായി തുടരുന്ന ഒരാൾ ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞാൽ അതിന് മതിയായ കാരണം അദ്ദേഹത്തിനോട് ചോദിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ പാർട്ടി അംഗമായി തുടരുന്ന PK ശശി ഇപ്പോഴും പാർട്ടി വിടുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി അംഗമായ ഒരാള് സ്വാഭാവികമായിട്ട് ഇത്ര പ്രധാനപ്പെട്ട ഒരു പദവിയിൽ നിന്നൊക്കെ ഒഴിയുമ്പോൾ അത് പാർട്ടി നേതൃത്വത്തിൽ സാധാരണ അറിയിക്കേണ്ടതല്ലേ? ജില്ലാ നേതൃത്വം അറിയിച്ചിരുന്നത് ഈ കാര്യം? അല്ല, ആ ചോദ്യം നിങ്ങൾ ഒരു ശരിയായിട്ടുള്ള ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം പാർട്ടി അംഗമായ ഒരാൾക്ക് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൊടുത്താൽ അതിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പാർട്ടിയുമായിട്ടൊന്ന് ആലോചിക്കാമായിരുന്നു. ജില്ലാ നേതൃത്വത്തെ അറിയിക്കാതെയാണ് അദ്ദേഹം ചെയ്തത്. ശരിക്കും ഒരു തെറ്റാണ്. ഞാനിപ്പോൾ പറഞ്ഞതിൽ മലയാളമല്ലേ? അതെ, അതാണ് തെറ്റാണെന്നാണ്. ഞാൻ മലയാളമാണല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിന് ആലോചിക്കാമായിരുന്നു. പറഞ്ഞാൽ അതായത് ആലോചിക്കാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചില്ല എന്നാണല്ലോ അതിന്റെ പരോക്ഷമായിട്ടുള്ള മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഈ പത്രക്കാരല്ലേ, നിങ്ങൾ എന്തെല്ലാം ഞങ്ങൾക്കെതിരായി മറ്റേ കുത്സിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? എന്താ നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. 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 The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മുല്ലപൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി. മുല്ലപൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി. നിലാവിന്റെ തേരേറി വന്നു നീ. അഴകു പെയ്തു നിന്നു മുല്ലാസ്, കസവു ചാത്തി വന്നു മുല്ലാസ്. അഴകു പെയ്തു നിന്നു മുല്ലാസ്, കസവു ചാത്തി വന്നു മുല്ലാസ്. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്. സാർ, ഞാൻ മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്ക് എന്നാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ 256 ബ്രാഞ്ച് ഉണ്ട് സർ. ഞങ്ങൾ കേന്ദ്ര അംഗീകൃത ബാങ്കാണ് സാർ. പിന്നെ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ കുറവാണ് സാർ. സർ ഞങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിച്ച് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് സാർ. ഒരു ദിവസം തന്നെ എത്രയെത്ര വിളികൾ, എന്തെല്ലാം വാഗ്ദാനങ്ങൾ. നമ്മുടെ എല്ലാം വിയർപ്പിനാൽ പടുത്തുയർത്തിയ സഹകരണ ബാങ്ക് ഉള്ളപ്പോൾ നമുക്കെന്തിന് മറ്റൊന്ന്? അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം. സഹകരണ ബാങ്ക് ഒരു കരുത്താണ്, നാടിന്റെ ഒരു സുഹൃത്താണ്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.